ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ മനു കിരണിൻ്റെ അടുത്ത് നിന്ന് നല്ല അടി കിട്ടി പഞ്ചറായിട്ട് വന്നിട്ടാണുള്ളത്. അപ്പോൾ സരയു ആണ് വെള്ളമൊക്കെ പിടിച്ചു കൊടുക്കുന്നത്, ആവി പിടിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ സരയു പറയാണ്, ഇനിയിപ്പോൾ അവാർഡൊക്കെ വാങ്ങിച്ചിട്ട് വരും ഒരുത്തി, അവൾ വരുന്ന ഫ്ലൈറ്റ് ആകാശത്ത് തന്നെ വെച്ച് കത്തിയാൽ മതിയായിരുന്നു സരയു ചിന്തിക്കുക. അല്ല മനുവേട്ടാ, ഇപ്പം മനുവേട്ടനെ തല്ലാൻ മാത്രം ഒരു ദ്രോഹവും നമ്മളിപ്പോൾ അവരോട് ചെയ്യുന്നില്ലല്ലോ. ഇപ്പം തല്ലിയത് സന്തോഷത്തിൻ്റെതല്ല, സന്തോഷത്തിൻ്റെതല്ലോ. ആ മോളോ ഇപ്പോൾ കല്യാണിക്ക് പ്രൈസ് കിട്ടിയില്ലേ ഓണത്തിൻ്റെ, അതിൻ്റെ സന്തോഷം കൊണ്ട് തല്ലിയതാ. അയ്യോ, പതുക്കെ പതുക്കെ പിടിക്കും മോളോ. അപ്പോഴതാ കിരൺ വരുന്നു. ഷാരി മുൻവശത്ത് തന്നെ ഉണ്ട്. ഷാരി നോക്കുകയാണ് ആരാ വരുന്നതെന്ന്. കിരണിനെ കണ്ടതും ഷോക്കടിച്ചതുപോലെയായി. ഈശ്വര, ഇനിയും ഇവൻ എന്തിനാണ് വരുന്നത് എന്നറിയില്ലല്ലോ. എന്നിട്ട് ഷാരിയോട് കിരൺ പറയാണ്, ഒരു സന്തോഷ വാർത്തയുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് സന്തോഷ വാർത്തയാണോ എന്നറിയില്ല. ആരാൻറ്റിക്ക് ഓർമ്മശക്തി തിരിച്ചു കിട്ടി. പിന്നെ ക്യാമറയിലൂടെ കണ്ടതെല്ലാം ആൻറ്റി സമ്മതിച്ചു. എന്നാലും ഒരു ദിവസം മുഴുവൻ നിങ്ങൾ ആൻറ്റിയെ സ്റ്റോർ റൂമിൽ കടത്തിയല്ലേ? അതിനിടയിൽ മരണം സംഭവിച്ചുവെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുമായിരുന്നു? ഇപ്പോൾ ഒന്നും സംഭവിച്ചില്ലല്ലോ മോനെ. സംഭവിച്ചില്ലേ? ഓർമ്മയില്ലാതെ എത്ര ദിവസം ആൻറ്റി ഐസിയുവിൽ കഴിഞ്ഞത്? അവൾ മരിക്കരുതേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു മോനെ. മിണ്ടരുത്, ഇനി നിങ്ങൾ നിരപരാധിയാവരുത്. ഒരു കാര്യം ഞാൻ തറപ്പിച്ച് പറയാം, താരാൻറ്റിയുടെ മകളാണ് സരയു എന്ന് നിങ്ങൾക്ക് നന്നായിട്ടറിയാം. അതിനേക്കാളേറെ നിങ്ങളുടെ ഭർത്താവിനും. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് മകളെ കാണാനുള്ള അവസരം നിങ്ങൾ ഒരുക്കി കൊടുക്കണം. താരാൻറ്റി എപ്പോഴെങ്കിലും ഇങ്ങോട്ട് വന്നാൽ നിങ്ങൾ ഒരു കാരണവശാലും അവരെ ആട്ടിയിറക്കി വിടരുത്. അതുപോലെ അവർ കൊണ്ടുവരുന്ന സമ്മാനങ്ങൾ നിങ്ങൾ വാങ്ങിയതാണെന്ന് പറഞ്ഞാലും ശരി, അത് സരയുവിന് കൊടുത്തിരിക്കണം. അതൊക്കെ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടല്ലോ മോനെ. അതൊക്കെ ഭീഷണിയുടെ പുറത്താ. ഇനി യാഥാർത്ഥ്യം അറിയുന്ന നിങ്ങൾ മാന്യമായിട്ട് മുന്നോട്ട് പോകണം എന്നാണ് ഞാൻ പറയുന്നത്. ഇനി അങ്ങനെ ചെയ്തോളാം. ഇനി എൻ്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ചയും ഉണ്ടാവില്ല. കിരണിനെ കണ്ടതും സരയു ചോദിക്കുകയാണ്, നീ എന്തിനാടാ ഇങ്ങോട്ട് വന്നത്? നിൻ്റെയും നിൻ്റെ അച്ഛൻ്റെയും ആൾക്കാരല്ലേ എൻ്റെ മനുവേട്ടനെ തല്ലി ചതച്ചത്? എന്നിട്ട് അവശനായി കിടക്കുന്ന എൻ്റെ മനുവേട്ടനെ കാണാനാണോ നീ ഇപ്പോൾ വന്നത്? ആഹാ, അയ്യോ, അപ്പോൾ അവൻ തല്ലി കിട്ടിയോ? ഓ, ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുക. ഞാനും എൻ്റെ മനുവേട്ടനും കൂടി സുഖമായിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുമ്പോൾ നിനക്കും നിൻ്റെ അച്ഛനും ഒക്കെ കണ്ണുകടിയാടാ. അതുകൊണ്ടാ ആ പാവത്തിനെ ഇങ്ങനെ തല്ലിച്ചതക്കുന്നത്. അവനെ ആരെങ്കിലും തല്ലിയെങ്കിൽ അത് അവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് മാത്രമായിരിക്കും. അല്ലേ ആൻറ്റി? ഇവൻ ഇങ്ങോട്ട് കയറി വന്നപ്പം ഇവൻ്റെ മുഖത്തടിച്ച് പറഞ്ഞു വിടായിരുന്നില്ലേ അമ്മേ? അങ്ങനെ അടിക്കാനുള്ള കഴിവൊക്കെ ആൻറ്റിക്ക് ചോർന്നു പോയി മോളെ. അതുകൊണ്ട് ഇനി എൻ്റെ ദേഹത്ത് ആൻറ്റി കൈവക്കത്തില്ല. അതുകൊണ്ട് നിൻ്റെ വയറ്റിൽ ഇപ്പോൾ ഒരു കുഞ്ഞുണ്ട്, അങ്ങനെ ഒരു ബോധം എനിക്കുള്ളത് കൊണ്ട് പിന്നെ കൂടുതൽ ചൂടാക്കാതെ ഞാൻ പോവുക. അപ്പോൾ ആൻറ്റി, ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, മറക്കല്ലേ. പിന്നെ മറ്റൊരു സന്തോഷ വാർത്ത കൂടി പറയാനുണ്ട്. അവാർഡൊക്കെ വാങ്ങിച്ചിട്ട് വിജയശ്രീ ലളിതയായിട്ട് നാളെ എൻ്റെ ഭാര്യ വരും അയലത്തെ വീട്ടിലേക്ക്. അത് കേട്ട് സരയുവിന് ഒന്നുകൂടി ദേഷ്യം വരികയാണ്. നിങ്ങൾ എന്തൊരമ്മയാ? മനുവേട്ടനെ അവൻ്റെ അച്ഛൻ്റെ ആൾക്കാർ തല്ലി പഞ്ചറാക്കി. എന്നിട്ട് അമ്മ എന്താ അവൻ്റെ കഴുത്തിന് പിടിച്ച് തള്ളാഞ്ഞത്? ഇനി അവരാ തല്ലിയതെന്ന് ഉറപ്പില്ലല്ലോ മോളെ. മനുവേട്ടന് തല്ലി കിട്ടിയെങ്കിൽ അതിനുത്തരവാദി അവരൊക്കെ തന്നെയാണ്. എന്നിട്ട് അവനോട് മാന്യമായി പെരുമാറിയത് എനിക്കിഷ്ടപ്പെട്ടില്ല അമ്മേ. അമ്മയ്ക്കെന്താ അവനെ പേടിയാണോ? എനിക്ക് എന്തിനാ മോളെ പേടി? നമ്മളെന്തെങ്കിലും പറഞ്ഞിട്ട് നമ്മളോടുള്ള ദേഷ്യത്തിന് അവൻ മനുവിനെ വീണ്ടും തല്ലിയാലോ? ഇനിയെങ്കിൽ എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ പെട്രോൾ ഒഴിച്ച് നമുക്ക് ആ വീടങ്ങ് കത്തിക്കാം അമ്മേ. അതൊക്കെ എളുപ്പം നടക്കുന്ന കാര്യമാണോ മോളെ? ഓ, എന്നേക്കാൾ ആവശ്യമായിരുന്നല്ലോ അമ്മയ്ക്ക് ഇതിനു മുമ്പൊക്കെ. ഇപ്പോൾ അതൊക്കെ കെട്ടടങ്ങി. എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ കണക്കാ. ഇനി എനിക്ക് ആകെ ആശ്രയം എൻ്റെ ഭർത്താവാണ്. ഭർത്താവിനെ കൊല്ലാതെ കൊല്ലുക. അതുകൊണ്ടാണ് മോളെ ഞാൻ പറഞ്ഞത് എത്രയും പെട്ടെന്ന് തന്നെ വിസയൊക്കെ ശരിയാക്കി നമുക്ക് മനുവിൻ്റെ ഒപ്പം അമേരിക്കയ്ക്ക് പോകാമെന്ന്. മനു ആണെങ്കിൽ അത് കേൾക്കുന്നില്ലല്ലോ. എൻ്റെ കുഞ്ഞിന് ഒരാപത്തും വരാതിരിക്കാനാണ് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാതിരിക്കുന്നത്. അങ്ങനെ എന്നെയും എൻ്റെ കുഞ്ഞിനെയും സ്നേഹിക്കുന്ന ഒരു പാവത്തിനെയാണ് ഈ പരുവത്തിൽ ആക്കിയത്. എങ്ങനെയാണ് അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നേ? അപ്പോൾ ഷാരി മനസ്സിൽ ചിന്തിക്കുകയാണ്, സഹിച്ചേ പറ്റൂ മോളെ, അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ സഹിക്കേണ്ടി വരും. നീ എൻ്റെ മോളല്ലാന്ന് അറിയേണ്ടിയും വരും. അമ്മ എന്താ അമ്മ ആലോചിക്കുന്നേ? ഏയ്, ഒന്നുമില്ല മോളെ. എന്നാ വാ അമ്മേ. മനുവേട്ടന് ഒന്നുകൂടെ കുഴമ്പിട്ട് തടവണം, ഒന്നുകൂടെ ചൂടാക്കിത്താ.
ആ കല്യാണിയെ സ്വീകരിക്കാൻ വേണ്ടി കാർത്തികയും അമ്മയും ഒക്കെ നല്ല അലങ്കാരമൊക്കെ ആക്കിയിട്ട് കാത്തിരിക്കുകയാണ്. എന്നിട്ട് കാർത്തിക പറയാണ്, നമുക്കൊരു അബദ്ധം പറ്റിപ്പോയല്ലോ അമ്മേ. കാർത്തിക ഫുഡ്സിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ അന്ന് അമ്മയെ കിരണിനെ പരിചയപ്പെടുത്തി കൊടുത്തില്ലേ? എൻ്റെ അമ്മയാണെന്ന് പറഞ്ഞും പോയില്ലേ? അതുകൊണ്ട് ഒരു കാരണവശാലും അമ്മ കല്യാണിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ പാടില്ല. ആ അതെനിക്കറിയാലോ. അതുകൊണ്ട് സ്വീകരിക്കാൻ പറ്റിയവരെയൊക്കെ ഞാൻ ഒരുക്കി നിർത്തിയിട്ടുണ്ട്. പിന്നെ മറഞ്ഞു നിന്നെങ്കിലും എനിക്ക് ആ കാഴ്ച കാണാലോ. എനിക്ക് ആ കാഴ്ചകൾ മാത്രം കണ്ടു നിന്നാൽ പോരാ, കാഴ്ചകൾ കാണുന്ന എല്ലാവരെയും ക്യാമറയിൽ പകർത്തണം. ഓ, ആ വിവരദോഷിയെ കാണിക്കാനായിരിക്കും പ്രകാശന്. ആ അതൊക്കെ ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അമ്മ അവൾക്ക് പൊന്നാട അണിയിച്ച് മൊമെൻ്റ് മാത്രം കൊടുത്താൽ പോരാ, നല്ലൊരു എമൗണ്ട് കൂടി കൊടുക്കണം. ക്യാഷ് അവാർഡാണെന്ന് പറഞ്ഞാലും മതി. പുരസ്കാരമായതുകൊണ്ട് വേണ്ടെന്ന് പറയില്ല. അതൊന്നും എന്നോട് പറയണ്ട. അവൾക്ക് എത്ര തുക കൊടുക്കുന്നു എന്നും അതൊക്കെ നിനക്ക് ഞാൻ തരുന്നത് പോലെ തന്നെയാണ് മോളെ. നിന്നെപ്പോലെ തന്നെയാണ് മോളെ ഞാൻ കല്യാണിയെയും കാണുന്നത്. എന്തായാലും അവളെ സ്വീകരിക്കുന്ന സമയത്ത് എനിക്ക് അവളെ കാണണം. അവൾ പറയുന്നത് എനിക്ക് കേൾക്കണം. അത് ശരി, അപ്പം മോളും ഇവിടെ നിൽക്കാൻ പോവാണോ? നിൽക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് കല്യാണി കാണരുത്. അവളെ ബുദ്ധിയുള്ള കുട്ടിയാ. പിന്നെ നമ്മുടെ അരികിലേക്ക് അവൾക്ക് എത്താൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല. പീടി കൊടുക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, കാർത്തിക പറയാം. ഏതായാലും ഒരുക്കങ്ങളൊക്കെ ഒന്ന് നോക്കാം. പിന്നെ ആരൊക്കെ വന്നു എന്നും പറഞ്ഞല്ലോ, അവരെയൊക്കെ ഒന്ന് കാണാം. നമുക്കങ്ങോട്ട് പോകാം. കിരണും കല്യാണിയും വരികയാണ്. കല്യാണിയും കിരണും നല്ല സന്തോഷത്തോടു കൂടി വരികയാണ്. എന്നിട്ട് കല്യാണി ചോദിക്കുകയാണ്, എന്താ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയത് മുതൽ എന്നെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നേ? അല്ല, എൻ്റെ ഭാര്യ വലിയ സ്റ്റാറായിട്ട് വന്നിരിക്കുകയാണല്ലോ. കല്യാണി ചിരിച്ചുകൊണ്ട് പറയാണ്, എന്നെ സ്റ്റാറാക്കിയ ആളാ എൻ്റെ അടുത്തിരിക്കുന്നത്. എന്നാലും ഒറ്റക്കൊക്കെ നീ പോയി പെർഫോം ചെയ്തിട്ട് വന്നല്ലോ കല്യാണി. വലിയ ബുദ്ധിമുട്ടായിരുന്നു ഇത്രയും ദിവസം കഴിച്ചു കൂട്ടിയത്. ഫ്ലൈറ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ കിരണേട്ടനെയും കല്ലുമോനെയും എത്രയും പെട്ടെന്ന് തന്നെ കാണാമെന്നാണ് കരുതിയത്. എന്നിട്ടിപ്പോഴോ കല്ലുമോനെ കൊണ്ടുവന്നില്ല. ഇനിയിപ്പോൾ സ്വീകരണ യോഗത്തിൽ പങ്കെടുത്തിട്ടല്ലേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അതേ, ആൾക്കാരൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ മോനെ കൊണ്ടുവരാതിരുന്നത്. മഹിളകളുടെ സ്വീകരണമൊക്കെ ഏറ്റുവാങ്ങിയിട്ട് നമുക്ക് അങ്ങോട്ട് പോകാമല്ലോ. പിന്നെന്താ കുഴപ്പം? പിന്നെ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് കേട്ടോ. താരാൻ്റിയുടെ ഓർമ്മശക്തിയൊക്കെ തിരിച്ചു കിട്ടി. അവന് ഞാൻ ശരിക്ക് കൊടുത്തിട്ടുണ്ട് ആ മനോഹറിന്. സ്വന്തം അമ്മയാണ് മകളെ കാണാൻ വേണ്ടി പോകുന്നത്, എന്നിട്ട് അവരെയാണ് കൊല്ലാൻ നോക്കുന്നത്. അബദ്ധത്തിൽ സംഭവിച്ചതാണ് എന്നാ പറഞ്ഞത്. ഞാനത് പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ടൊന്നുമില്ല. പിന്നെ താരേൻ്റിയോട് ചോദിച്ചപ്പോഴും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അവർ തമ്മിലുള്ള ക്ലാഷിനിടയിൽ ആൻറ്റിയുടെ തല പോയി ഭിത്തിയിൽ അടിച്ചതാണെന്ന്. എങ്കിലും താരാൻ്റി ഇല്ലാതായാൽ കിരണേട്ടൻ്റെ ആൻറ്റി രക്ഷപ്പെട്ടല്ലോ. അങ്ങനൊന്നും രക്ഷപ്പെടാൻ പറ്റില്ല മോളെ. അവരെന്തായാലും സമാനതകളില്ലാത്ത സാഹചര്യത്തിലാണ് കടന്നു പോകുന്നത്. അവരുടെ ഭർത്താവാണെങ്കിൽ മെൻ്റലി തകർന്നു നടക്കുക, മകളാണെങ്കിലോ സ്വന്തം മകളും അല്ല. പിന്നെ ആകെ ഇപ്പം അവർക്ക് കൂട്ടായിട്ടുള്ളത് ആ മരുമകനാണ്. അവനാണെങ്കിലോ മനുഷ്യരൂപം മാത്രമുള്ളൊരു മൃഗമാണ്. അങ്ങനെയുള്ളപ്പോൾ എന്തായാലും അവരെ കൂടുതൽ തകർക്കണ്ട എന്ന് കരുതി. അച്ഛനോട് പറഞ്ഞൂടെ താരാൻ്റിയെ അച്ഛൻ്റെ വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിക്കാൻ? അച്ഛൻ അതിന് ഒരുപാട് തവണ ശ്രമിച്ചതാണ്. പക്ഷേ അതിന് ഒരുപാട് തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടെന്ന് അങ്ങനെ പറഞ്ഞ് താരാൻ്റിയാണ് അത് തടഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അത് നമ്മൾ കുറച്ച് സീരിയസ് ആയിട്ട് തന്നെ ചിന്തിക്കണം കിരണേട്ടാ. പിന്നെ കിരണൻ ആരും ഇല്ലാത്തൊരു ഭാഗത്ത് കൊണ്ടുപോയി വണ്ടി നിർത്തുകയാണ്. അപ്പോൾ കല്യാണി ചോദിക്കുകയാണ്, എന്താ നിർത്തിയേ? അപ്പോഴാണ് അവളെ വണ്ടി നിർത്തിയിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കാനുള്ള ഇതിലാണ്. അവനവൻ്റെ സന്തോഷം അടക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ അവൾ പറയാണ്, ഇതെന്താ ഇത് കിരണേട്ടാ, ഇത് റോഡാ? റോഡായാലും തോടായാലും ഞാൻ ചേർത്ത് പിടിക്കുന്നത് എൻ്റെ ഭാര്യയാണ്. അവൻ പിന്നെ അവളെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തു. മതി മതി മതി, തിരികൊളുത്താൻ അവർ കാത്തിരിക്കായിരിക്കും. ഓ ശരി, എന്നാൽ നമുക്ക് പോകാം. ഇവിടെ കല്യാണിയുടെ ഫ്ലെക്സൊക്കെ വെച്ച് നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അത് കണ്ട് കിരൺ പറയാണ്, ആഹാ വലിയ സെറ്റപ്പിലാണല്ലോ ചെയ്തിരിക്കുന്നത്. കല്യാണിയും കിരണും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ സ്വീകരിക്കാനുള്ള ആൾക്കാർ വേറെയുണ്ട്. ഫസ്റ്റ് തന്നെ കൺഗ്രാജുലേഷൻസ് പറഞ്ഞിട്ട് കല്യാണിക്കൊരു ഗിഫ്റ്റൊക്കെ കൊടുക്കുകയാണ്. വരണം വരണം മാഡം. എല്ലാവരും ബൊക്കെയൊക്കെ കൊടുത്ത് സ്വീകരിച്ചിട്ട് കൊണ്ടുപോവാണ് അവരെ രണ്ടുപേരെയും. അതിൻ്റെ പിന്നാലെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. അവർക്ക് രണ്ടുപേർക്കും അറിയില്ല ഇത് കാർത്തികയുടെ അമ്മയുടെയും സ്വീകരണമാണെന്ന്. അവർ രണ്ടുപേരും മറഞ്ഞു നിന്ന് കാണുകയാണ്. കാർത്തിക പറയുക, അമ്മ കല്യാണിയുടെയും കിരണിൻ്റെയും മുമ്പിലോട്ട് പോകാതെ ഇവിടെ മറഞ്ഞു നിന്നാൽ മതി. അമ്മ ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നത് എനിക്ക് ക്യാമറയിൽ പകർത്തണം. ചിലരെയൊക്കെ കാണിക്കാനാ.
അതൊക്കെ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തതല്ലേ മോളെ. മോളെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. അപ്പോഴേക്കും അവിടെ അനൗൺസ്മെൻ്റൊക്കെ തുടങ്ങി. നല്ലൊരു പുരസ്കാരം നേടിക്കൊണ്ട് എത്തിയ കല്യാണി മേഡത്തിന് സ്വീകരിക്കാനും അവിടെ കുറച്ച് വാക്കുകൾ സംസാരിക്കാനും ഒക്കെയാണ് വിളിച്ചിട്ടുള്ളത്. ഒരുപാട് കഷ്ടപ്പാടുകൾക്കിടയിലും ജീവിതം തിരിച്ചുപിടിച്ച ഇന്ന് നല്ലൊരു പ്രശസ്തിയിലേക്ക് ഉയർന്ന കല്യാണി മേഡത്തിന് നമ്മൾ മഹിളാ സമാജക്കാർ നൽകുന്ന പുരസ്കാരം ഏറ്റുവാങ്ങാൻ വേണ്ടി കല്യാണി മേഡത്തെ ക്ഷണിക്കുകയാണ്. പൊന്നാട അണിയിക്കുകയും പ്രസൻറ്റ് കൊടുക്കുകയും ഒക്കെ ചെയ്യുകയാണ് എല്ലാവരും. നമ്മൾ മഹിളാ സമാജത്തിൻ്റെ പേരിൽ ചെറിയൊരു ക്യാഷ് അവാർഡും കൊടുക്കുന്നുണ്ട്. ഇനി കല്യാണി മേഡം നിങ്ങളുടെ മുമ്പിൽ 2 വാക്ക് സംസാരിക്കുന്നതാണ്. കല്യാണി സങ്കടത്തോടെ സംസാരിക്കാൻ വേണ്ടി പോയിട്ടാണുള്ളത്. എന്നിട്ട് പറയാണ്, എനിക്ക് കിട്ടുന്ന എല്ലാ പുരസ്കാരങ്ങളും ഞാൻ എൻ്റെ കിരണേട്ടനാണ് സമർപ്പിക്കുന്നത്. കിരണേട്ടൻ എൻ്റെ ജീവിതത്തിൽ കൈപിടിച്ച് വന്നില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ കല്യാണി ഒരിക്കലും ജനിക്കില്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ നാട് വിട്ട് ഏതാണ്ട് ഒരാഴ്ച മാറി നിൽക്കുന്നത്. അങ്ങനെ മാറി നിന്നപ്പോൾ ഞാൻ അനുഭവിച്ച വേദന അതിൻ്റെ ഇടയിൽ കാർത്തിക വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്, ആരും കാണാതെ ശ്രദ്ധിക്കാതെ. അറിയാവുന്നതിനും അപ്പുറം ആ സമയത്തൊരു സത്യം ഞാൻ മനസ്സിലാക്കി. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ ഭർത്താവിനെയും കുഞ്ഞിനെയും വിട്ട് ഏതൊരു പുരസ്കാരത്തെക്കാളും വലുതല്ല അവരെ വിട്ടു പോകുന്നതെന്ന്. എൻ്റെ ഭർത്താവിനും കുഞ്ഞിനും ഒപ്പം ചെലവഴിക്കുന്ന ഓരോ നിമിഷവും മറ്റെന്തിനേക്കാളും എനിക്ക് വിലപ്പെട്ട സമയം. എന്നെ സംബന്ധിച്ച് എത്ര മുന്നോട്ട് പോയി എന്ന് പറഞ്ഞാലും നമ്മുടെ വിജയത്തിന് പിന്നിൽ നമുക്കൊപ്പം നിൽക്കുന്ന, നമ്മോട് കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു പങ്കാളി വേണം. നമ്മളെ മനസ്സിലാക്കുന്ന ഒരു ജീവിത പങ്കാളി. അതാ എൻ്റെ കിരണേട്ടൻ. അത് കേട്ട് കാർത്തികയ്ക്കും അവരുടെ അമ്മയ്ക്കും നല്ല സന്തോഷം തോന്നി. ഒട്ടും പ്രതീക്ഷിക്കാതെ ഈ മഹിളാ സമാജം എന്നെ വിളിക്കുന്നതും അവരെന്നെ ആദരിക്കുന്നതും. അതിൻ്റെ സംഘാടകരോടും മറ്റ് മെമ്പേഴ്സിനോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. കല്യാണിയുടെ വിജയത്തിന് ചുക്കാൻ പിടിക്കുന്ന കിരണിനെയും ആദരിക്കാൻ ക്ഷണിക്കുന്നു. കിരണിനെയും വിളിച്ച് പൊന്നാട അണിയിക്കുകയാണ്. കിരൺ സ്റ്റേജിൽ കയറി മൈക്കിൽ പറയാണ്, എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. പുരുഷ മേധാവിത്വം പല മേഖലകളിലും എന്നും നിലനിൽക്കുന്നുണ്ടെങ്കിലും ഒരു സത്യം ഞാൻ മറച്ചു വെക്കുന്നില്ല. കല്യാണി എന്ന ഭാര്യയുടെ പേരിൽ അറിയപ്പെടുന്നത് എനിക്കൊരു കുറച്ചിലല്ല. പിന്നെ ഞാൻ കല്യാണിയുടെ ഭർത്താവാണ് എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനം തന്നെയാണ്. അപ്പോഴേക്കും കല്യാണി അവിടെ വന്നവനെ കെട്ടിപ്പിടിക്കുകയാണ്. കിരണിൻ്റെ കൈകൊണ്ടാണ് ആ മൊമെൻ്റ് അവൾക്ക് എടുത്തു കൊടുത്തത്. ആ രംഗം കാർത്തികയുടെ ഫോണിൽ റെക്കോർഡായി. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം നാളെ. അതുവരേക്കും സീ യു ഓൾ.